ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെഹൻസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ കഴുകി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതുപോലെ ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജീരകം എന്നിവ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയും ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സവാള ആഡ് ചെയ്ത് വഴന്ന് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. ഇരട്ടി വെള്ളം എടുത്തിട്ടില്ല. 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കേണ്ട വിധത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പിത്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങനീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പകരം വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വെള്ളമൊക്കെ നല്ലപോലെ വറ്റാനായിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം തീ കൂട്ടിയിടുക, അതിനുശേഷം പിന്നെ സിമ്മിലിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെയ്ച്ചോറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചില ആളുകൾക്ക് അത് നെയ്ച്ചോറിൽ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.